വിഴിഞ്ഞത്ത് നിന്ന് ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി എപ്പോഴായിരിക്കും അദ്ദേഹം വേദിയിലേക്ക് എത്തിച്ചേരുക? വിഴിഞ്ഞം പോർട്ട് അദ്ദേഹം നടന്ന് കണ്ട് വിലയിരുത്തും എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ഇപ്പോൾ അതിലാണോ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്? അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? രോഹിത് സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഹെലിപാഡിൽ എത്തിച്ചേർന്നത്. അവിടെ നിന്നും അദ്ദേഹം പോയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പവർ പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ മർമ്മ കേന്ദ്രം എന്ന് പറയുന്ന സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ഈ യന്ത്രങ്ങളും മറ്റും നിയന്ത്രിക്കുന്ന കൺട്രോൾ റൂമിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നത്. ഒന്ന് സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റവും മറ്റൊന്ന് പറയുന്ന ഒരു വെസൽ മാനേജ്മെന്റ് സിസ്റ്റവും. സെമി ഓട്ടോമേറ്റഡ് നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവിടുത്തെ ക്രെയിനുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയിൽ ടൺ കണക്കിന് ഭാരം വരുന്ന കൂറ്റൻ കണ്ടെയ്നറുകൾ ഒരു ഉറുമ്പിനെ പോലെ എടുത്തു മാറ്റിവെക്കുന്ന കാഴ്ച. അത് അതിമനോഹരമായിട്ടുള്ള വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ഗെയിം പോലെ ആ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ വളയിട്ട കൈകളാണ്, അല്ലെങ്കിൽ സ്ത്രീകളാണ്. ആ സ്ത്രീകൾ നയിക്കുന്ന കൺട്രോൾ റൂമിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൺട്രോൾ റൂമിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ വെസൽ മാനേജ്മെന്റ് സിസ്റ്റമാണ്. അന്താരാഷ്ട്ര വ്യോമയാന പാതയെ സ്മരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതേ തന്നെ രീതിയിൽ ഇവിടുത്തെ വെസലുകളെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതായത് 10 നോട്ടിക്കൽ മൈൽ അകലെയുള്ള 19 കിലോമീറ്റർ അകലെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ കൂടെ ഏത് പ്രധാനപ്പെട്ട ഒരു കപ്പൽ പോയാലും ആ കപ്പൽ ഏത് രാജ്യത്തിൻ്റെതാണ്, ഏത് കമ്പനിയുടേതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ തുറമുഖത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റമാണ്. ആ നാവിഗേഷൻ സിസ്റ്റം അദ്ദേഹം നേരിട്ട് കണ്ട് വിലയിരുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. പിന്നീട് കൺട്രോൾ റൂം കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമെന്ന് പറയുന്നത് ബർത്താണ്. ബർത്തിലെ ക്രെയിനുകളും കണ്ടെയ്നർ വിനിമയവും അതോടൊപ്പം തന്നെ കപ്പലിന്റെ ബർത്തിങ്ങുമാണ്. സെലസ്റ്റീനോ മേക്ക എന്ന MSCയുടെ കൂറ്റൻ ചരക്ക് കപ്പൽ ഇന്നലെ തന്നെ തീരത്ത് ബർത്ത് ചെയ്തിട്ടുണ്ട്. ആ കപ്പലിനെ അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് സ്വാഗതം ചെയ്യും. ഒരു തുറമുഖം അതിന്റെ കമ്മീഷനിങ്ങിന്റെ ദിനത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനപ്രദമായിട്ടുള്ള കാര്യം ആ തുറമുഖത്തിന്റെ അതേ ബർത്തിന്റെ നീളമുള്ളൊരു കപ്പൽ തീരത്തെത്തിയിരിക്കുന്നു. ആ കപ്പൽ വന്നതുപോലെ തിരിച്ച് ഡീവിയേറ്റ് ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അനായാസം വിഴിഞ്ഞം തുറമുഖത്ത് ചെയ്യാൻ സാധിക്കും. വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി എന്ത് സംസാരിച്ചാലും, വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി എത്ര തന്നെ പോയിട്ട് പറഞ്ഞാലും അതൊന്നും അധികമാകില്ല എന്നൊരു അതിശയോക്തി മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അദ്ദേഹം ആ കപ്പലിനെ MSCയുടെ സെലസ്റ്റീന മേക്ക എന്ന കപ്പലിനെ അദ്ദേഹം വരവേറ്റതിന് ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം INYY1 എന്ന ലൊക്കേഷൻ കോഡിൽ അറിയപ്പെടുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കും. പിന്നീട് അദ്ദേഹം ഇപ്പോൾ തുറക്കാൻ പോകുന്നത് വിശ്വഭാരതത്തിലേക്കുള്ള ഒരു കവാടമാണ്. വിശ്വഭാരതത്തിലേക്കുള്ള ഒരു വ്യവസായ കവാടമാണ്. അദ്ദേഹം അല്പസമയത്തിന് ശേഷം അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സമ്മാനിക്കും. 11:11 തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ഉദ്ഘാടന പ്രസംഗം, അതായത് ഈ കമ്മീഷനിന് ശേഷമുള്ള പ്രസംഗം, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളിതുവരെയായി കാത്തിരുന്ന ഒരു വലിയൊരു ബൃഹത്തായ ഒരു വികസന പദ്ധതി, ഒരു നാടിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ഒരുപക്ഷെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ കിടപിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വികസന കുതിപ്പോടു കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ കമ്മീഷനിങ് എന്ന ഘട്ടത്തിലേക്ക് വന്നു നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2028 നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തും. 2000 ബർത്ത് നീളമുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യ തുറമുഖം, ആദ്യ മദർഷിപ്പ്, അതോടൊപ്പം തന്നെ 2000 മീറ്റർ ബർത്തിന്റെ നീളമുള്ള മദർഷിപ്പ്, അതോടൊപ്പം തന്നെ 4 കപ്പലുകൾ ഒരേ സമയം ബർത്ത് ചെയ്യാൻ കഴിയുന്ന രീതിക്കുള്ള ഒരു തുറമുഖമായി മാറും. മറ്റൊന്നെന്ന് പറയുന്നത് കൂടുതൽ ജൈഡ് സർവീസുകൾ നമ്മുടെ തീരത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ജൈഡ് സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്നത് MSC എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന കപ്പൽ കമ്പനിയാണ്. ജൈഡ് സർവീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മദർഷിപ്പിന് വിഴിഞ്ഞം തീരത്തേക്ക് എത്തണമെങ്കിൽ നേരത്തെ തന്നെ
ടോക്കൺ വാങ്ങേണ്ടതായിട്ടുണ്ട്. MSC പോലുള്ള കപ്പലുകൾക്ക് എപ്പോഴും അല്ലെങ്കിൽ നിരവധി തവണ ഇങ്ങനെ ടോക്കൺ വാങ്ങേണ്ട ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർ സ്ഥിരമായിട്ട് ഇവിടെ ചരക്കിറക്കിക്കോട്ടെ എന്നൊരു അനുമതി തേടിയിരിക്കുന്നു. അതിലൂടെ ലഭിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ്. സംസ്ഥാന സർക്കാരിനും അതെ, കേന്ദ്ര സർക്കാരിനും അതെ, അതിൻ്റെ റവന്യൂയുടെ ഒരു ഭാഗം കിട്ടും. വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ അറ്റകുറ്റപ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ കപ്പലുകളൊക്കെ വരുന്നുണ്ട്. കൊറോണ സമയത്ത് ഏതാണ്ട് 4.5 കോടി രൂപയുടെ റവന്യൂ വരുമാനമാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് മാത്രം സംസ്ഥാന സർക്കാർ ലഭിച്ചിട്ടുള്ളത്. 40 വർഷത്തിന് ശേഷം വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് 15% ലാഭം ലഭിക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ്. അപ്പം എങ്ങനെയൊക്കെ പോയാലും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒരു ജനതയെ സ്വാധീനിക്കുന്ന, ഒരു ജനതയുടെ വളർച്ചയ്ക്ക് സ്വാധീനിക്കുന്ന, ഒരു ജനതയുടെ വളർച്ചയ്ക്ക് വളമാകുന്ന രീതിയിലൊരു പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനി വരാൻ പോകുന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1200 മീറ്റർ ഒരു ബെർത്തിന്റെ നീളമാണ്, ഒരു ബെർത്താണ്. അത്തരത്തിലൊരു ബെർത്ത് തയ്യാറാക്കി കഴിയുമ്പോൾ ടൂറിസം മേഖലയിൽ അത് വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ചെലുത്തും. വലിയ രീതിയിലുള്ള ആഡംബര കപ്പലുകൾ ഇവിടെ വന്നു പോകാൻ സാധിക്കും. ആഡംബര കപ്പലിന്റെ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന എൻട്രി അല്ല, കാരണം അത് സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അത് ആഴിമല സൈഡിലായിരിക്കും അതിന്റെ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നടത്തുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കും. റെയിൽവേയുടെ നിർമ്മാണമാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ റെയിൽവേയുടെ നിർമ്മാണമാണെങ്കിലും അതുപോലെ തന്നെ റിംഗ് റോഡ് പദ്ധതിയാണെങ്കിലും ഒക്കെ, റിംഗ് റോഡ് പദ്ധതി എന്ന് പറയുന്നത് ഒരു വിഴിഞ്ഞം തുറമുഖം വന്നാൽ, തുറമുഖത്തിന്റെ നേരത്തെ നമ്മുടെ അതിഥി പറഞ്ഞതുപോലെ ഒരു തുറമുഖം വന്നു കഴിഞ്ഞാൽ ആ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് കടൽ വ്യവസായം മാത്രമല്ല, ആ കടലിൽ കൂടെ എത്തുന്ന ഗുഡ്സ് സർവീസുകൾ ഗുഡ്സുകൾ അല്ലെങ്കിൽ കടലിലൂടെ എത്തുന്ന ഈ ചരക്കുകൾ അത് കരമാർഗം കൂടി വിനിമയം ചെയ്യപ്പെടണം. കരമാർഗം കൂടി വിനിമയം ചെയ്യപ്പെടുമ്പോൾ മാത്രമേ അതൊരു പ്രദേശത്തെ അല്ലെങ്കിൽ അതൊരു ദേശത്തെയൊക്കെ സ്വാധീനിക്കപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് സഹായപ്പെട്ടു എന്നൊക്കെ പറയാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ കരമാർഗം കണക്ട് ചെയ്യുന്ന പദ്ധതികളാണ് റെയിൽവേ പദ്ധതിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ റിംഗ് റോഡ് പദ്ധതി. റിംഗ് റോഡ് പദ്ധതി എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായൊരു പദ്ധതിയാണ്. കാരണം വിഴിഞ്ഞം മുതൽ നാവായിക്കുളം, പുനലൂർ വരെയുള്ള പ്രദേശങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് കൊല്ലം ജില്ലയെ കവർ ചെയ്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ മോഡൽ, ഒരു ക്ലോവർ ലീഫ് മോഡലിലൊരു റോഡ് വരുന്നു. ആ റോഡിലൂടെ ചരക്ക് വിനിമയം നടക്കുന്നു. ഈ പറയുന്ന പോലെ അന്യ സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഗുഡ്സ് സർവീസുകൾ നടത്തുന്നു. അതിലൂടെ കിട്ടുന്ന നികുതി വരുമാനങ്ങൾ പിന്നീട് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ജോലി സാധ്യത. ഇപ്പോൾ തന്നെ ഇവിടെ ഈ നാവിഗേഷൻ സിസ്റ്റത്തിലും അതോടൊപ്പം തന്നെ വെസൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലും ഒക്കെ ജോലി ചെയ്യുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് ജനിച്ചു വന്ന പെൺകുട്ടികളും യുവാക്കളുമാണ് ഇവിടെ ജോലി ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഏറ്റവും കൂടുതൽ നമുക്ക് 90% സഹായകമായ ഒരു പദ്ധതി ഈ ചരക്ക് വിനിമയം, അതായത് ലോകരാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന മാർഗമായി മാറുന്നു, ഭാരതം ഒരു പ്രധാന കണ്ണിയായി മാറുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. യൂറോപ്പിൽ നിന്നും ചൈനയിലേക്ക് പോകുന്ന കപ്പലുകൾ വിഴിഞ്ഞം തീരം തൊട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പരസ്പരം മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, പരസ്പരം മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ വിനിമയം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നും പറയേണ്ടതുള്ളൂ. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വികസനം, വലിയ രീതിയിലുള്ള വരുമാന നേട്ടം, വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭദ്രതയൊക്കെ ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കാൻ പോകുന്നു. നാളേക്ക് വേണ്ടി, ഭാരതത്തിന്റെ നാളേക്ക് വേണ്ടി, ഒരുപക്ഷെ കേരളത്തിന്റെ നാളേക്ക് വേണ്ടിയൊക്കെ ഈ പദ്ധതികൾ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. രോഹിണി.